ഹലോ എവ്രി വൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ബീറ്റ ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി സിമെട്രി പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവാലുവേഷൻ ഓഫ് ബീറ്റ ഫംഗ്ഷനാണ്. ഇവാലുവേഷൻ ഓഫ് ബീറ്റ ഫംഗ്ഷൻ. ബീറ്റ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് 0 to 1 1 to the power 1 minus x to the power n minus 1 ഇൻറ്റു എക്സ് ടു ദി പവർ എം മൈനസ് 1 ഡി എക്സ്. അതിൻ്റെ ലിമിറ്റ് കൺഫ്യൂഷൻ വരരുത്, 0 to 1 ആണ്. അപ്പോൾ ഗാമ ഫംഗ്ഷനൊക്കെ ഇത് കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ലിമിറ്റ് വരുന്നത് 0 to ഇൻഫിനിറ്റി ഒക്കെ. അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കുക. അപ്പോൾ ഇത് 0 to 1 ആണ് ഇതിൻ്റെ ലിമിറ്റ്. ഹൗ ടു ഇവാലുവേറ്റ് ബീറ്റ ഫംഗ്ഷൻ. ഇവിടെ രണ്ട് ടേംസുകളുണ്ട്, എക്സും ഉണ്ട് 1 മൈനസ് എക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടേമിനെ ഫസ്റ്റ് ഫംഗ്ഷനായി കൺസിഡർ ചെയ്യുന്നു, ഈ ഒരു ടേമിനെ സെക്കൻഡ് ഫംഗ്ഷനായി കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ട് നമ്മളിത് ഇൻ്റഗ്രൽ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് ഇവിടെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ഓഫ് യു വി, ഇത് ഫസ്റ്റ് ഫംഗ്ഷനാണ്, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെങ്ങനെ ചെയ്യുന്നത്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡിഫറൻഷിയേഷൻ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ യു എന്നുള്ളത് 1 മൈനസ് എക്സ് ആണ്, വി എന്നുള്ളത് എക്സ് ആണെന്ന്. അപ്പോൾ ആ ഒരു വ്യത്യാസമുള്ളൂ. ഇതേ ഫോർമാറ്റിൽ നമ്മളിതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ബീറ്റ ഫംഗ്ഷൻ ഓഫ് എം എൻ എന്നുള്ളത് നമ്മൾ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതി, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ടു ദി ഏതൊരു പവറിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ടു ദി പവർ എം മൈനസ് 1 അവിടെ ഉണ്ടല്ലോ, പ്ലസ് 1 ഒന്ന് കൂടും പവർ അല്ലേ, ഡിവൈഡഡ് ബൈ ഇതിൻ്റെ പവറാണ് വരുന്നത് -1 + 1 അല്ലേ. അപ്പോൾ ഈ എക്സ് ടു ദി പവർ എന്നിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ടു ദി പവർ n + 1 ഡിവൈഡഡ് ബൈ n + 1. ഇതാണ് ഇൻ്റഗ്രേഷൻ, ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ഫോർമാറ്റ് വരുന്നത് അല്ലേ. ദെൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 0 to 1. ദെൻ മൈനസ് അല്ലേ, അപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 0 to 1. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതിനെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, 1 മൈനസ് എക്സ് അതുപോലെ എഴുതി, അതിൻ്റെ പവർ എന്ന് പറയുന്നത് n മൈനസ് 1 ആണ് അല്ലേ. അപ്പോൾ എക്സ് ടു ദി പവർ n, അതിൻ്റെ ഡിഫറൻഷ്യേഷൻ എടുക്കുമ്പോൾ n ഇൻറ്റു എക്സ് ടു ദി പവർ n മൈനസ് 1, ആ ഒരു ഫോർമാറ്റിൽ നമ്മളിവിടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പവർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ പവർ n മൈനസ് 1 ഇൻറ്റു എക്സ് ടു ദി അല്ല, ഇവിടെ 1 മൈനസ് എക്സ് ആണല്ലോ, 1 മൈനസ് എക്സ് ടു ദി പവർ n മൈനസ് 1 അല്ലേ. അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞു, -1 - 2. ഓക്കെ. ദെൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എഴുതിയ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഈ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ആ ടേം ഇവിടെ എഴുതുന്നു, എക്സ് ടു ദി പവർ എം മൈനസ്, അപ്പോൾ ഈ -1 + 1 എന്നുള്ളത് ക്യാൻസലായി പോകും, എം എന്ന് എഴുതിയാൽ മതി, ഡിവൈഡഡ് ബൈ എം. ഓക്കെ, ഡി എക്സ്. ഇനി നമ്മളൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ 1 മൈനസ് എക്സ് ടു ദി പവർ n മൈനസ് 1 എക്സ് ടു ദി പവർ എം divided by m limit 0 to 1 minus integral of 0 to 1. ഓക്കെ, ഇതിൽ കോൺസ്റ്റൻറ്റ് ടേം ആണത് അല്ലേ, ഇതൊക്കെ കോൺസ്റ്റൻറ്റ്, നമുക്കതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. n മൈനസ് 1 ഇൻറ്റു ഡിവൈഡഡ് ബൈ m 0 to 1 1 മൈനസ് എക്സ് ടു ദി പവർ n മൈനസ് 1 then x to the power m dx. നമ്മളിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ടേം 0 ആയി പോകും. എങ്ങനെ 0 ആയി പോകും, ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 1 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലിമിറ്റ് അല്ലേ, ഈ ഒരു ടേമിൽ നമ്മൾ ഫസ്റ്റ് 1 കൊടുക്കുക, അപ്പോൾ 1 മൈനസ് 1
എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം 0 ആയി, അതുകൊണ്ട് ഇതും പോയി. അതായത് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് ലിമിറ്റ് കൊടുക്കും. അപ്പോൾ ഇനി 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഈ ടേം വാനിഷ് ആയി പോകും. സോ രണ്ട് കേസിലും വാനിഷ് ആയി പോകുന്നുണ്ട്. സോ ഈ ഒരു ടേം 0 ആണ്. സോ ബാക്കിയുള്ള ടേം വരുന്നത് n-1 ഇൻറ്റു ഡിവൈഡഡ് ബൈ m in integral 0 to 1 മൈനസ് എക്സ് ടു ദി പവർ n മൈനസ് ഇവിടെ 2 ആണ്. ഓക്കെ, 2 എക്സ് ടു ദി പവർ m dx. സോ വീണ്ടും നമ്മൾ ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷനായി കൺസിഡർ ചെയ്യുന്നു, സെക്കൻഡായി കൺസിഡർ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലേ. സോ എക്സ് ടു ദി പവർ m പ്ലസ് 1 ഡിവൈഡഡ് ബൈ m പ്ലസ് 1 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 0 to 1 ഡിഫറൻഷിയേഷൻ ഓഫ് ഫസ്റ്റ്. സോ n-2 ഇൻറ്റു 1 മൈനസ് എക്സ് ടു ദി പവർ, അതിൽ നിന്ന് 1 കുറഞ്ഞത് n-2 മൈനസ് 1 എന്ന് പറയുന്നത് -3. ഓക്കെ, ദെൻ എക്സ് ടു ദി പവർ ഇൻ്റഗ്രൽ ഓഫ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സ് ടു ദി പവർ m ഡിവൈഡഡ് ബൈ m പ്ലസ് 1. സോ ഇവിടെ വീണ്ടും അഗെയിൻ നമ്മൾ ഈ ഒരു 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ 1 മൈനസ് എക്സിൻ്റെ പവറായിട്ടാണ് ഇവിടെ വരുന്നത്, ഇവിടെ എക്സിൻ്റെ പവറായിട്ടാണ് വരുന്നത്. നമ്മൾ 2 വട്ടം ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമാറ്റിലാണ്. അപ്പോൾ നമ്മൾ 0 നേരത്തെ അതേ കേസ് തന്നെ വരുന്നത് 0, 1 രണ്ട് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് 0 ആയി പോകും. ഇപ്പോൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഈ ഒരു ടേം വാനിഷ് ചെയ്ത് പോകും. സോ this will cancel. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം ആണ് ഉള്ളത്. സോ ഇവിടെ നമ്മൾ ഈ ടേമിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 1 മൈനസ് എക്സ് ടു ദി പവർ അല്ലേ, ഈ ഒരു ടേം ഉണ്ടല്ലോ n-1. ഫസ്റ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ n-1 ഇൻറ്റു 1 മൈനസ് എക്സ് ടു ദി പവർ n-2 എന്നുള്ളതാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഇൻറ്റു ഇവിടെ മൈനസ് എക്സ് അല്ലേ, സോ അതിൻ്റെ കോൺസ്റ്റൻറ്റ് ഇൻറ്റു -1 എന്നുള്ളതും വരും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. ഒരു പോസിറ്റീവ് ഇപ്പോൾ മൈനസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവും കൂടി ഇവിടെ കൺസിഡർ ചെയ്യണം. സോ ഇവിടെ ഒരു നെഗറ്റീവ് വരും. അപ്പോൾ ഈ ഒരു ടേം ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവും കൂടി വരുന്നുണ്ട്. ഈ നെഗറ്റീവും കൂടി ചേർന്നിട്ട് പ്ലസ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് വരും, അഗെയിൻ ഒരു നെഗറ്റീവ് വരും. സോ നമുക്ക് കിട്ടുന്നത് ഈ നെഗറ്റീവ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ 1 മൈനസ് എക്സ് എന്നുള്ളതിൻ്റെ ഈ നെഗറ്റീവാണ് വരുന്നത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. സോ നമുക്ക് പ്ലസ് എന്നുള്ള ടേമാണ് വരിക. അപ്പോൾ 0 to 1 n-2 ഇൻറ്റു 1 മൈനസ് എക്സ് ടു ദി പവർ n-3 എക്സ് ടു ദി പവർ m ഡിവൈഡഡ് ബൈ m പ്ലസ് 1. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഇതിനെയാണ് നമ്മൾ വീണ്ടും ഇൻ്റഗ്രേഷൻ ചെയ്തത്. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ട്. ആ കോൺസ്റ്റൻറ്റ് ടേം ഇത് നമ്മളിവിടെ ഇറക്കി എഴുതണം. അപ്പോൾ ഇതിവിടെ ഇറക്കി എഴുതിയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ n-1 ഡിവൈഡഡ് ബൈ m. അപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റൻസിനൊക്കെ പുറത്തേക്ക് എടുക്കാം. n-1 ഇൻറ്റു n-2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ m വരുന്നു. ദെൻ അഗെയിൻ നമ്മൾ ചെയ്തപ്പോൾ m പ്ലസ് 1 വരുന്നു. ദെൻ നമ്മുടെ വേരിയബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള 0 to 1 അത് എഴുതുന്നു. അതായത് 1 മൈനസ് എക്സ് ടു ദി പവർ n-3 എക്സ് ടു ദി പവർ m ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ടു ദി പവർ m എന്നുള്ള സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ടു ദി പവർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ പ്ലസ് m പ്ലസ് 1 ആണല്ലോ. സോ ഇവിടെ m പ്ലസ് 1 ഉണ്ട്, ഇവിടെ m പ്ലസ് 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ m പ്ലസ് 1
ഇവിടെ m+1 ഉണ്ട്, എഴുതാൻ മറന്നുപോയതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഫോമാറ്റിലാണ് വരുന്നത് dx. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതാ എഗെയിൻ 1 - എക്സിൻ്റെ ടേം x⁴ സംതിങ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ എമ്മും എൻ എന്ന് പറയുന്നത് ഇൻഫിനൈറ്റ് വരെ എനി നമ്പർ ആവാം അല്ലേ. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കൊരു റിലേഷൻ ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോഴും സെക്കൻഡ് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്തപ്പോഴും നമുക്ക് കിട്ടുന്ന ടേംസും ആ ഒരു ഫോമാറ്റും വെച്ചിട്ട് നമ്മൾ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഴുതാൻ പറ്റും. ഒരു സിമ്മട്രി രൂപത്തിൽ ആണ് ഇത് വരുന്നത് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സോ റിപ്പീറ്റിംഗ് ദിസ് പ്രോസസ് നമുക്ക് ബീറ്റ ഫംഗ്ഷൻ എന്നുള്ളത് എങ്ങനെ കിട്ടും? സോ ഫസ്റ്റ് നമുക്ക് കിട്ടിയത് n-1 ഈ ഒരു ടേം ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് ഓഫ് ഇൻ്റഗ്രൽ n-1/m ആണ്. സെക്കൻഡ് നമ്മൾ അഗെയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് n-2 ആണ്. ഡിനോമിനേറ്ററിൽ അതിനോട് എമ്മിനോട് ഒന്ന് കൂടിയിട്ടാണ് കിട്ടുന്നത്, m+1 ആയി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തതൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ n-1 ഡിവൈഡഡ് ബൈ m ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ n-1 ആകുമ്പോൾ ഈ ഒരു എന്നിൻ്റെ പവറിൽ 1 - x⁴ എന്നുള്ളത് n-2 ആണാകുന്നത്. ഇവിടെ n-1 ആകുമ്പോൾ ഇവിടെ n-2 ആയി. ഇവിടെയോ ഇവിടെ n-2 സെക്കൻഡ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് n-2. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? n-3 ആയി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് n-3 ഇത് ഇങ്ങോട്ട് വരും. ദെൻ നമുക്ക് 1 - എക്സിൻ്റെ പവർ നമുക്ക് n-4 കിട്ടും. ദെൻ അഗെയിൻ നമ്മൾ വീണ്ടും ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആ n-4 വീണ്ടും ഇവിടെ വരും. ഇതിങ്ങനെ പ്രോസസ്സ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ വീണ്ടും n-4 വരും, 1 - x⁴ n-5 വരും. അപ്പോൾ ഇവിടെ ഒന്ന് കുറഞ്ഞിട്ടും ഇവിടെ ഒന്ന് കൂടിയിട്ടും, അതായത് 2 ആണെങ്കിൽ ഇവിടെ 3 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 ആണ് വരുന്നത്. ആ ഒരു പ്രോസസ്സിലാണ് വരുന്നത്. വേറൊന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് m കിട്ടി, ഈ x⁴ അല്ലേ. അപ്പോൾ ഇവിടെ പുറത്ത് m വന്നു. അതേസമയം ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലാണെങ്കിലും എക്സിൻ്റെ പവറും m ആണ് വരുന്നത്. ദെൻ അഗെയിൻ നമ്മൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്ക് m+1 ഉള്ളത് m+1 ആയി നമുക്ക് കിട്ടിയപ്പോൾ. അപ്പോൾ സെയിം പവറാണ് എക്സിൻ്റെ പവർ m+1 ആയി വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണോ അത് തന്നെയാണ് ഇതിൻ്റെ പവറായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു സിമ്മട്രി കണക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ ടേമും എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എങ്ങനെ വരും? സോ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. എപ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് നിൽക്കുന്നത്? ഇപ്പോൾ ഇൻ കേസ് n എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഈ ഇൻഫൈനൈറ്റിൻ്റെ ഉള്ളിലുള്ളൊരു നമ്പറാണ് n. അപ്പോൾ ഈ n എന്ന് പറയുന്നത് n-ന് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ 1 - x⁴ എന്നുള്ളത് എന്തായിരിക്കും? n വരും. അതായത് 1 - x⁴ വരും. അതായത് ഈ ഒരു ടേം ഏതിൻ്റെ പവർ 0 ആയാൽ ആ ടേം 1 ആയി വരും അല്ലേ. അതുവരെയല്ലേ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുക. സോ ഇവിടെ n ആവുമ്പോൾ നമ്മൾ ഔട്ട്സൈഡ് നമ്മൾ പറഞ്ഞു ഇവിടെ n-3 ആണെങ്കിൽ ഇതിൻ്റെ പുറത്ത് വരുന്നത് നമുക്ക് അതിൽ നിന്ന് കുറഞ്ഞ n-2 ആണ് വരുന്നത്. ഇവിടെ n-2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് n-1 ആയിരുന്നു. സോ ഇവിടെ 1 - x എന്നുള്ള ടേമിൽ n-n ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ ഔട്ട്സൈഡിൽ എന്താ വരിക? ഈ n എന്നുള്ള ടേമിൽ നിന്ന് ഒന്ന് കുറഞ്ഞത് മൈനസ് ചെയ്തിട്ടാണ് വരിക അല്ല. അതായത് n-1 എന്നിൻ്റെ മുമ്പുള്ള ടേം ഏതാണ്? n-ന്ന് ഒന്ന് കുറഞ്ഞതാണല്ലോ ഇതിൻ്റെ മുമ്പിലുള്ള ടേം, അതാണ് ഇവിടെ വരിക. അപ്പോൾ അല്ല -n-1 എന്നുള്ളതാണ് വരിക. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ n മൈനസും മൈനസും +1 ആയി. സോ ഇത് 0 ആണ്, n-n 0 ആയി. സോ 1. അപ്പോൾ ഇവിടെ 1 വരുന്നത് വരെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് വരാം. സോ നെക്സ്റ്റ് ടേം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. n-1 വന്നു, n-2 വന്നു. നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ദെൻ അഗെയിൻ n-3 ആണ് വരിക അല്ലേ. ദെൻ അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ എത്ര വരെ വരാം?
നമ്മൾ പറഞ്ഞു n-n എന്നുള്ള 0 വരുന്നത് വരെ വരാം. സോ അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് n-1 ഈ ഒരു ടേം വരെ വരാം. ഇത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1 ആണ്. സോ ഇതിങ്ങനെ പോയി നമുക്ക് 1 കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് m ആണ്. അപ്പോൾ n എങ്ങനെ മാറുന്നു, അതിൻ്റെ ഉള്ളിലുള്ള ടേം എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ഉള്ളിലുള്ള ടേം 1 ആയി അല്ലേ, പവർ n-n വന്നു 1 ആയി, അതുവരെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഈ ഒരു ടേമാണ് ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ബാക്കി വരുന്നത് ഏതായിരിക്കും? 0 to 1 x⁻m+1 എന്നുള്ളതിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് m വന്നു, പിന്നെ m+1 വന്നു, നെക്സ്റ്റ് എന്തായിരിക്കും വരിക? m+2 ആയിരിക്കും വരിക. അങ്ങനെ ഇത് m+3 അങ്ങനെ വന്ന് എത്ര വരെ വരും എന്നുള്ളതാണ് അറിയേണ്ടത്. സോ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഇത് m എത്ര വരെ പോവും. അപ്പോൾ ലാസ്റ്റ് m എത്ര വരെ പോവും, അതേ പവർ തന്നെയാണ് എക്സിൻ്റെ പവറായിട്ട് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്നത്. നോക്കൂ, ഇവിടെ m വന്നപ്പോൾ എക്സിൻ്റെ പവർ m ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് m+1 ആണ്. അത് ചെയ്തപ്പോഴും ഈ x⁻ പവർ സെയിം ആണ് m+1. സോ നമുക്ക് ഇവിടെ ഏത് ടേം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ടേം തന്നെയാണ് ഇതിൻ്റെ പവർ അല്ലേ, x⁻ പവർ ആയിട്ടും വരിക. അപ്പോൾ നമുക്ക് ഇത് എമ്മിൻ്റെ ടേം എന്താണ് ലാസ്റ്റ് വരിക എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ n മാറുന്നതിനനുസരിച്ച് m എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കണക്ഷനാണ് അറിയേണ്ടത്. സോ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ n മാറുന്നതനുസരിച്ച് m എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ആ ഒരു കണക്ഷൻ എമ്മിൻ്റെ ലാസ്റ്റ് ടേം അല്ലേ ഇങ്ങനെ ചെയ്ത് വന്ന് എവിടെ വരെ വരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ n-1 എന്നുള്ള ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് m ആണ്. നമ്മൾ വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്തപ്പോൾ നമുക്ക് അഗെയിൻ n-2 എന്നുള്ള ടേം എക്സ്ട്രാ കിട്ടി, പ്ലസ് പിന്നെ നമുക്ക് എക്സ്ട്രാ കിട്ടിയത് m+1 ആണ്. ദെൻ വീണ്ടും നമ്മൾ ആ ഇൻ്റഗ്രേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക n-3 ആണ്. നമുക്ക് അടിയിൽ ഈ m+2 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്മട്രി പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടേം ഏതാ വരിക? n-4 ആയിരിക്കും വരിക ഇവിടെ. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് m എന്ത് വരും? m+3 ആണ് വരിക. സോ ഈ m n തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, n-4 ആയപ്പോൾ 4 വന്നപ്പോൾ അതിൽ നിന്ന് 1 കുറഞ്ഞത് എന്താണ്? 3 ആണ്. 3 ആണ് എമ്മിനോട് ആഡ് ചെയ്തത്. ഇവിടെ നോക്കുമ്പോൾ -3 ആണ്. 3യിൽ നിന്ന് 1 കുറഞ്ഞതാണ് 2. ആ 2 ആണ് ഇവിടെ എമ്മിനോട് ആഡ് ചെയ്തത്. ഇവിടെ n-2 എന്നുള്ളത് 2യിൽ നിന്ന് 1 കുറഞ്ഞ 1 ആണ് ഇവിടെ ആഡ് ചെയ്തത്. നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോയി നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ടേം 1 ആണെന്ന് പറഞ്ഞു. ഈ 1 നമുക്ക് പ്രീവിയസ് ആയിട്ട് എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. n-1 എന്നുള്ള ടേം അല്ലേ, ഈ 1 എക്സിൻ്റെ ടേം n-n വന്നു. ദെൻ അതിൽ നിന്ന് 1 കുറഞ്ഞതാണ് ഇവിടെ വരിക അല്ലേ. അപ്പോൾ n-1 അങ്ങനെയാണ് നമുക്ക് 1 കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ 1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? n-1 എന്നെഴുതാം. അപ്പോൾ ഇവിടെ 4 വരുമ്പോൾ അതിൽ നിന്ന് 1 കുറഞ്ഞത് പ്ലസ് ചെയ്തു എമ്മിനോട്. സോ ഇവിടെ 3 വന്നപ്പോൾ അതിൽ നിന്ന് 1 കുറഞ്ഞത് എമ്മിനോട് പ്ലസ് ചെയ്തു. സോ ലാസ്റ്റ് ടേം ഇത് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു മൈനസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ഈ ഒരു മൈനസിൻ്റെ അകത്തുള്ള ഈ ഒരു ടേം n-1 1 കുറഞ്ഞത് എന്ന് പറയുമ്പോൾ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-2 ഇതാണ് എമ്മിനോട് ആഡ് ചെയ്ത് വരിക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെ നമുക്ക് വരുന്ന ടേം എന്ന് പറയുന്നത് m+n-2 ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്നും എമ്മും തമ്മിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതാണത്. നമ്മൾ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കാൻ നമുക്ക് കഴിയില്ല അല്ലേ, ഒരുപാടുണ്ടല്ലേ. എന്നും എമ്മും എന്ന് പറയുന്ന ഇൻഫൈനൈറ്റിലോട്ടാണ് പോകുന്നത്. അതുവരെ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. സോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. ദെൻ അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ആൾ ആരാണുള്ളത്? എക്സ് ആണല്ലേ. ഈ എക്സിൻ്റെ പവർ എന്തായിരിക്കും? ഇവിടെ എന്താണോ ഉള്ളത് ആ ഈ എമ്മിൻ്റെ അല്ലേ, എമ്മുമായി ബന്ധപ്പെട്ട x⁻m എമ്മിനോട് അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ m+n-2. ഓക്കെ, ദെൻ dx. സോ നമുക്ക് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ടേം മാത്രമാണ്.
എക്സിൻ്റെ പവറായിട്ട് വന്നതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനോടൊന്ന് കൂടും. എക്സ് ടു ദി പവർ എന്താണോ ഉള്ള പവർ അത് അതുപോലെ എഴുതി -2 + 1 ഒന്ന് കൂടും. ദെൻ അത് തന്നെ ഡിനോമിനേറ്ററിൽ വരും m+n -2 + 1. എന്നിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 0 to 1. സോ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ടേമൊക്കെ അതുപോലെ തന്നെയാണ്. ഇവിടെ വരുന്ന മാറ്റം ഓക്കെ, ഇവിടെ 1 - 2 -1. അപ്പോൾ എക്സ് ടു ദി പവർ m+n -1. ഓക്കെ, ഇവിടെ വരുന്നത് എന്താണ് m+n -1. ഇനി നമ്മൾ 0 to 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സിന് നമ്മൾ 1 കൊടുത്തു അല്ലേ. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, 1 പവർ സംതിങ് m+n എന്തോ ആയിക്കോട്ടെ, 1ൻ്റെ പവർ 1 ആണ്. -0, 0ൻ്റെ പവർ എന്ത് കഴിഞ്ഞാലും 0 ആണ്. സോ ഇതിൽ ഈ 1 എന്നുള്ള ഇത് 0 ആയി പോവും. 1 എന്നാണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് ഈ ബീറ്റ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് n - 1 × n - 2 × n - 3 × etc. 1 ഡിവൈഡഡ് ബൈ m × m+1 × m+2 × etc. m+n - 2 × m+, ഇവിടെ ഒരു എക്സിനാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തത്. ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇത് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ m+n - 1. സോ ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തത് ലാസ്റ്റ് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനൊന്നും കൂടി നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ബീറ്റ mn എന്ന് പറയുന്നത് n - 1 × n - 2 × സോ ഹിയർ 1 × 2 × ഓക്കെ, 1ൻ്റെ മുമ്പ് 2 ആയിരിക്കും അല്ലേ. അങ്ങനെ പോയി n - 1 എന്നുള്ള ടേം വരെയാണ് വരുന്നത്. അതെന്ന് പറയുന്നത് ഫാക്ടോറിയൽ ആണല്ലോ. സോ ഏത് ഫാക്ടോറിയൽ, n 1 മുതൽ നമ്മൾ 1 × 2 × 3 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് n വരെ ആയിക്കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ. ഇനി എന്നിൻ്റെ മുമ്പുള്ള ടേം n - 1 വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് n - 1 ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടേമിനെ നമുക്ക് ഫാക്ടോറിയൽ രൂപത്തിലിട്ട് എഴുതുമ്പോൾ n - 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഡിനോമിനേറ്റർ നമുക്ക് ഫാക്ടോറിയൽ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ 1 2 3 എന്നുള്ള ടേംസ് ഇവിടെ കാണാനുണ്ടോ? ഇല്ല. എം കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് ഉള്ള ടേംസ് ആണുള്ളത്. എം വരുന്നുണ്ട്, m+1 വരുന്നുണ്ട്, അതായത് ഇപ്പോൾ ഒരു 1 2 അങ്ങനെ പോയി എം എവിടെയെങ്കിലും വരും അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇൻഫിനൈറ്റ് പോകുന്നൊരു സീരീസിൽ 1 മുതൽ m വരെയുള്ള ടേം ഇവിടെ ആബ്സെൻ്റ് ആണ്. m മുതലാണുള്ളത്. m കഴിഞ്ഞിട്ടുള്ള m+1 അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനെ ഫാക്ടോറിയലായി എഴുതണമെന്നുണ്ടെങ്കിൽ 1 2 3 അത് ആഡ് ചെയ്യണമല്ലോ. സോ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ m ഫാക്ടോറിയൽ, സോ നമുക്ക് m ഫാക്ടോറിയൽ രൂപത്തിൽ എഴുതേണ്ടി വരും. കാരണം 1 2 കിട്ടണമെന്നുണ്ടെങ്കിൽ m ഫാക്ടോറിയൽ ആണല്ലോ 1 × 2 × etc. m വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് കിട്ടാൻ വേണ്ടിയിട്ട് m ഇവിടെ ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് വേണ്ടത് എന്താണ്, m - 1 ഫാക്ടോറിയൽ ആണ്. സോ നമ്മളിതിനെ രണ്ട് സൈഡിലും m - 1 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും m - 1 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഈ ടേംസുകളുണ്ട് കേട്ടോ, എക്സെട്ര. ഓക്കെ, സോ നമുക്കിതിനൊന്നും കൂടി അറേഞ്ച് ചെയ്തിട്ട് എഴുതുമ്പോൾ, സോ നമുക്ക് ഈ ടേമിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, n - 1 ഫാക്ടോറിയൽ × m - 1 ഫാക്ടോറിയൽ. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു രണ്ട് സൈഡിലും അല്ലേ. ഇവിടെ m - 1 ഫാക്ടോറിയൽ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഇത് രണ്ടോടത്തും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, ദെൻ വരുന്ന ടേംസ് m × m+1 m+2 അങ്ങനെ വരുന്നു അല്ലേ. അപ്പോൾ എത്ര വരെ വരുന്നു, m+n - 1 വരെ വരുന്നു അല്ലേ. ഇതിനേക്കാൾ ഒന്ന് കുറഞ്ഞ ടേം ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് വരെ വരുന്നുള്ളൂ. m+n എന്നുള്ള ടേം ഇല്ല, അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞത് വരെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ m+n എന്നുള്ള ടേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് m+n ഫാക്ടോറിയൽ നിന്ന് എഴുതാം. ബട്ട് m+n അല്ല, m+n നിന്ന് ഒന്ന് കുറഞ്ഞത് വരെയുള്ളൂ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നുള്ളൂ. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്തെഴുതാം, ഈ ഒരു ഇത്രയും ടേമിനെ നമുക്ക് ഫാക്ടോറിയലായിട്ട് എങ്ങനെ എഴുതാം, m+n - 1 വരെ വരുന്നുണ്ട് ഈ ടേം അല്ലേ. 1 മുതൽ അല്ലേ, m - 1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 മുതലുണ്ട് അല്ലേ. അപ്പോൾ ഫാക്ടോറിയലായിട്ട് ഈ ഒരു ടേമിനെ റീപ്ലേസ് ചെയ്യാം. സോ നമ്മളതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്തു. n - 1 ഫാക്ടോറിയലിന് മുകളിലുണ്ട്, m - 1 ഫാക്ടോറിയലുണ്ട്. ഓക്കെ, ദെൻ ഡിനോമിനേറ്ററിൽ
ഇത്രയും ടേമിനെ നമ്മൾ ഫാക്ടോറിയൽ ആയിട്ട് എഴുതി m പ്ലസ് n മൈനസ് 1 ഫാക്ടോറിയൽ. സോ ബീറ്റ ഫംഗ്ഷന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് എന്താണ്? n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു m മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m പ്ലസ് n മൈനസ് 1 ഫാക്ടോറിയൽ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. ഇപ്പോൾ MSc ഫിസിക്സിനാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഡെറിവേഷൻ ചോദിക്കില്ല, ഇതിൻ്റെ റിസൾട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ റിസൾട്ട് മാത്രം നോക്കി കഴിഞ്ഞാൽ മതി. ഇനി നമുക്കറിയാം ബീറ്റ എം എൻ എന്ന് പറയുന്ന സിമ്മട്രി പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീറ്റ എം എൻ എന്ന് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക. എൻ എം രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇവിടെ m മൈനസ് 1 ഫാക്ടോറിയൽ അല്ലേ, എൻ എം ആണ് വരുന്നുണ്ടെങ്കിൽ m മൈനസ് 1 ഫാക്ടോറിയൽ n മൈനസ് 1 ഫാക്ടോറിയൽ രണ്ടും ഈക്വലാണ്. ഓക്കെ, n പ്ലസ് m മൈനസ് 1 ഫാക്ടോറിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താലും പ്രശ്നമില്ല. അതായത് ഇവിടെ n മൈനസ് 1 എടുത്തു കഴിഞ്ഞാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. സിമ്മട്രി പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. സോ ഇതിന് ഈക്വലാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇവാലുവേഷൻ ഓഫ് ബീറ്റ ഫംഗ്ഷൻ എങ്ങനെയാണെന്നാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മാത്രമാണ്. ഇവിടെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഈ കൺസെപ്റ്റിൽ വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്കതിൻ്റെ റിലേഷൻ ബേസിസ് നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് നമ്മളതിലെ ഓരോ ടേമും പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്തു. ഇത്രയും കാര്യമാണ് ഈ ഒരു ഫംഗ്ഷൻ ഇവാലുവേഷനിൽ വരുന്നത്. അതിൻ്റെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബീറ്റ എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരുന്നത് ഇവിടെ എം എൻ ആണെങ്കിൽ n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു m മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m പ്ലസ് n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇത് നമ്മൾ സിമ്മട്രി പ്രോപ്പർട്ടി പറഞ്ഞു. ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും പ്രോബ്ലം ഇല്ല, ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പല രൂപത്തിലുള്ള y എന്നുള്ളതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ട്രാൻസ്ഫോർമേഷൻസ് കിട്ടും. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.